പിന്നെ പഴയ തന്ത്രി കണ്ഠര് രാജീവർ തന്ന കത്ത് നമ്മൾ പരിശോധിച്ചു. വീണ്ടും അതിനകത്തൊരു അന്തിമ തീരുമാനം ബോർഡ് എടുക്കുന്നതിന് മുമ്പ് 27-ാം തീയതി കോടതിയിൽ വീണ്ടും പറയണത്. അതുകൊണ്ട് 26-ാം തീയതി അത് തീരുമാനിക്കും. എന്നാൽ അതിന് മുൻപ് ഒരു 3 തലമുതിർന്ന തന്ത്രിമാരുടെ ഒരു ചെറിയൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന്. അവരുമായിട്ട് നാളെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആശയവിനിമയം നടത്തി തീരുമാനം എടുക്കുന്നതിലേക്ക് ബോർഡിനെ സജ്ജമാക്കാനുള്ള ഒരു ആലോചന നാളെ നടത്തും. ആ സമിതി രാവിലെ അവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്, 3 പേരെ. അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൻ്റെ വിവിധ വശങ്ങൾ അവരുമായിട്ടൊന്നൊരു ആശയവിനിമയം നടത്തിയതിന് ശേഷം ശനിയാഴ്ചയുള്ള ബോർഡിൽ തീരുമാനമെടുത്ത് തിങ്കളാഴ്ച കോടതിയെ അറിയിക്കും. അതാണ് തീരുമാനം. അല്ല, അത് ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല. ഈ മറ്റ് മുതിർന്ന 3 തന്ത്രിമാരുമായിട്ട് ഞങ്ങൾക്ക് ബോർഡിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അവരുമായിട്ട് ചില ആശയവിനിമയം നടത്തുമ്പോൾ ഞങ്ങൾക്കൊരു വ്യക്തത വരും. ആ വ്യക്തതയോടുകൂടി 25-ാം തീയതിയുള്ള ബോർഡിൽ പോകാനാണ് തീരുമാനം. അവരോട് എന്ത് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല. എന്താ, അക്കീരമൺ കാളിദാസ ഭട്ടതിരി, നമ്മുടെ അമ്പലപ്പുഴയിലെ പേര് ഞാൻ മറന്നുപോയില്ല, അമ്പലപ്പുഴയിലെ നമ്മുടെ തന്ത്രി, അതുപോലെ തന്നെ ഒരു പേരൂടെ ഉണ്ട് കേട്ടോ. 3 പ്രഗത്ഭരായിട്ടുള്ള തന്ത്രിമാരാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നാളെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ നാളെ രാവിലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. അത് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ശുപാർശ മറ്റന്നാൾ ബോർഡിൻ്റെ മുമ്പാകെ വയ്ക്കും. എന്നാൽ അതാണ് ആ കാര്യം. അതിപ്പോൾ തൽക്കാലം അതിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല കാരണങ്ങളുമുണ്ട്. ഇല്ല, എതിർപ്പൊന്നുമില്ല. പക്ഷേ നമ്മുടെ തീരുമാനം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി ഒരു വിവാദമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എന്നുള്ളത് എനിക്ക് നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതാണ്, ഇതെവിടെ നിൽക്കട്ടെ. ഇത് എൻ്റെ കയ്യിലുള്ളത് ഈ 2018 ജൂൺ മാസത്തിൽ അന്ന് ശബരിമലയിൽ വെച്ച് നടത്തിയ ഒരു ദേവപ്രശ്നത്തിൻ്റെ ചാർത്താണത്. ജൂൺ 2018, 8 വർഷത്തിന് മുമ്പ് ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാനും ഒക്കെ കാരണം അവിടെ ഒരു തീർത്ഥക്കുളം തീർക്കുന്നതിനെപ്പറ്റി കഴിഞ്ഞ ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. കാരണം ശബരിമലയിലെ തീർത്ഥക്കുളം തെറ്റായിട്ടുള്ള ദിശയിലാണുള്ളതെന്നും അത് വാസ്തുശാസ്ത്രപ്രകാരം തെറ്റാണെന്നും നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. അങ്ങനെ ബോർഡിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചു. എന്നാൽ അതിൻ്റെ ഫുൾ ചാർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ ചാർട്ട് വായിക്കാനിടയായി. ഇന്നത് ബോർഡിൽ വെച്ചിട്ട് ഇതിനകത്ത് 2018 നടന്ന ഈ ദേവപ്രശ്നത്തിൽ പത്മനാഭ ശർമ്മ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള അദ്ദേഹമാണ് ദേവപ്രശ്നം നടത്തിയത്. വളരെ നീണ്ടുനിന്ന സമഗ്രമായിട്ടുള്ളൊരു ദേവപ്രശ്നത്തിൽ ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പരിഹാരങ്ങളും പ്രായശ്ചിത്ത പൂജകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു 10, 40, 50 ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടതായിട്ടുള്ള പരിഹാരക്രിയകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഈ പരിഹാരക്രിയകളിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഗുരുവായൂർ ഒരു പാൽപ്പായസം നടത്തുക മാത്രമാണ് ഇതിനു മുമ്പാകെ ചെയ്തത്. ഈ പറയുന്ന 10, 40 വളരെ പ്രധാനപ്പെട്ട പരിഹാര പൂജകൾ, പ്രായശ്ചിത്ത പൂജകൾ ഇതിനകത്ത് നിർദ്ദേശിച്ച പ്രകാരം എല്ലാം ചെയ്യണമെന്ന് ഇന്നത്തെ ബോർഡിൻ്റെ ആദ്യത്തെ തീരുമാനം അതാണ്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴത്തെ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമലത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ശാന്തകുമാറിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തി അതിനുവേണ്ടി 5 ലക്ഷം രൂപ ഈ പൂജകൾക്ക് മാത്രമായി 5 ലക്ഷം രൂപയും അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോകണം. ഞങ്ങൾ മാത്രമല്ല ചെയ്യേണ്ടത്, പന്തളം രാജ കുടുംബം ചെയ്യേണ്ടതായിട്ടുണ്ട്, തന്ത്രി ചെയ്യേണ്ടതായിട്ടുണ്ട്, അമ്പലപ്പുഴ സംഘവും ആലങ്കോട്ട് സംഘവും ചെയ്യേണ്ടതായിട്ട്. ഇതെല്ലാം അവരെ തെര്യപ്പെടുത്തി എല്ലാം വളരെ കൃത്യമായി വളരെ നിഷ്ഠയോടുകൂടി ഈ പരിഹാര പൂജകൾ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. ബോർഡ് അംഗങ്ങളും പ്രസിഡൻറ്റും ഒക്കെ എവിടെയെല്ലാം നമുക്ക് പോകാൻ സാധിക്കുമോ അവിടെയെല്ലാം പോയി പങ്കെടുക്കുക. എല്ലാം ഭംഗിയാക്കി തരാനും എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തവും പരിഹാരവും അനുഗ്രഹവും തേടി ഉള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ ബോർഡിൻ്റെ ഏറ്റവും പ്രധാന തീരുമാനം. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സുവർണ്ണകാലം ആരംഭിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ ഇനി അത്തരത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇല്ലില്ല, ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി ഒരു ചിന്ത, ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാകുന്നതും ഒരു തീരുമാനമെടുക്കുന്നതും ആദ്യമായിട്ടാണ്.
ചാർത്ത് മാത്രമേ ഉള്ളൂ, ചാർത്ത് മാത്രമേ ഉള്ളൂ. ഇതനുസരിച്ചിട്ട് ഓരോന്നും ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ചെയ്യും. ഇത് കാളിദാസ ഭട്ടതിരി, ഞാനത് പിന്നെ അമ്പലപ്പുഴയിലെ പിന്നെ തന്ത്രി, വേറൊരു പേര് എനിക്ക് പരിചയമില്ലാത്തൊരു പേര് കണ്ടു, അദ്ദേഹവും 3 പേര് വരും. അവർ അത് പിന്നെ രാവിലെ വരുന്ന പറഞ്ഞിരിക്കുന്നത്, രാവിലെ വരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ അവരുടെ സൗകര്യം പോലെ നാളെ എപ്പോഴെങ്കിലും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നാളെ. 3 പേരും വരും. അപ്പോൾ അതുകൊണ്ട് ഈ ദേവപ്രശ്ന ചാർത്തിന്മേലുള്ള പരിഹാരത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വലിയൊരു ആശ്വാസം ഇരിക്കുന്നത്. അതോടുകൂടി ഒരുപാട് ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ മുതൽ മൂകാംബിക വരെയുണ്ട് എന്ന് പറഞ്ഞുകൂടാ. ഇതൊക്കെ ദേവൻ്റെ ചില അപ്രിയങ്ങൾ, ചില ആചാര ലോപങ്ങൾ, തെറ്റായിട്ടുള്ള ചില